സാഹിത്യ ചരിത്ര രചന എന്നത് വളരെ പ്രയാസകരമാണ് എങ്കിൽ പോലും രസാവഹവുമാണ്. മലയാള സാഹിത്യ ചരിത്രത്തെപ്പറ്റി പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം തെളിഞ്ഞു വരുന്ന പേര് ഉള്ളൂരിൻ്റെ പേരാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തൻ്റെ ഭാരിച്ച ജോലിത്തിരക്കുകൾക്കിടയിൽ മലയാള സാഹിത്യത്തിനൊരു ചരിത്രമുണ്ടാക്കി. വാസ്തവത്തിൽ ഇന്നും ആ ചരിത്രമാണ് വളരെ അവിതർക്കിതമായ രീതിയിൽ വസ്തുതാപരമായി വളരെ ശരിയായ വിധത്തിൽ ഗവേഷകരും വായനക്കാരും കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം സർവാധികാരിക്കാർ പി ഗോവിന്ദപിള്ളയുടെ സാഹിത്യ ചരിത്രമുണ്ട്. പിന്നീട് ഏറ്റവും ഒടുവിൽ കൈരളിയുടെ കഥ എന്ന പേരിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എഴുതിയ ഹ്രസ്വമായ ഒരു സാഹിത്യ ചരിത്രമുണ്ട്. ഇതെല്ലാം ആധികാരികമായ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ്. അതിനുശേഷം കഥയെപ്പറ്റി ചരിത്രമുണ്ടായി. കഥയുടെ ചരിത്രം ആദ്യം പ്രൊഫസർ എം അച്യുതൻ എഴുതുകയുണ്ടായി, ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന്. അതിനുശേഷം ഡോക്ടർ എം ബഷീറിൻ്റെ ഏറ്റവും പുതിയ എഴുത്തുകാരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറുകഥയുടെ സാഹിത്യ ചരിത്രം, അതുപോലെ കവിതാ സാഹിത്യ ചരിത്രം, ലീലാവതി, ഇങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള സാഹിത്യ ചരിത്രം ഉണ്ടാകുമ്പോൾ തന്നെ ഏതാണ്ട് 19 വർഷക്കാലത്തെ അപ്പുറത്തെ ചരിത്രമുള്ള പ്രവാസി മലയാളികളുടെ സാഹിത്യ ചരിത്രം ഇതേവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന സാഹിത്യകാരന്മാരുടെ സാഹിത്യ യത്നങ്ങളെപ്പറ്റി, അവരുടെ കൃതികളെപ്പറ്റി ഉള്ള വിശദാംശങ്ങളടങ്ങിയ ഒരു സാഹിത്യ ചരിത്രം ഇത് ആദ്യമായി ഉണ്ടായിരിക്കുകയാണ്. അത് എഴുതിയത് ജോർജ് മണ്ണിക്കരോട്ട് എന്ന നോവലിസ്റ്റാണ്. വളരെ പ്രയാസകരമായൊരു അനുഭവ ശേഖരണമാണ് വാസ്തവത്തിൽ ഇതിന് പിന്നിൽ ഉള്ളത് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അമേരിക്കയിലെ മലയാളികൾ ചിതറിക്കിടക്കുന്ന ഒരു തുരുത്ത് പോലെ കിടക്കുമ്പോൾ അവരിൽ നിന്നും വസ്തുതകൾ ശേഖരിക്കുകയും അവരുടെ കൃതികൾ, അതുപോലെ തന്നെ ഒരു കൃതി എഴുതിയ ആളുകൾ വരെ ഇതിനകത്തുണ്ട്. എഴുതുന്ന ആളുകളെ എല്ലാവരെയും തുല്യതയോടുകൂടി സമചിത്തതയോടുകൂടി എഴുതാനുള്ള ഒരു നോവലിസ്റ്റിൻ്റെ വളരെ വിദഗ്ധമായ തൂലികയാണ് അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം എന്ന ഈ പുസ്തകത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഈ പുസ്തകത്തിന് മേൽ ആവശ്യവുമാണ്. കാരണം ഈ വിദേശ മലയാളികളെപ്പറ്റി, അവരുടെ സാഹിത്യ ജീവിതത്തെപ്പറ്റി അറിയുവാൻ ഈ ഗ്രന്ഥം ഉപകരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും മലയാള സാഹിത്യം ഇങ്ങേ കരയിലുള്ള സ്വദേശികളായ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാം ഇങ്ങനൊരു ഗ്രന്ഥമുണ്ടായത്. അദ്ദേഹത്തെ ആദ്യം അഭിനന്ദിച്ചുകൊള്ളട്ടെ. ശ്രീ ജോർജ് മണ്ണിക്കരോട്ട്, ഈ പുലർകാലത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, സാധാരണ ധാരാളം നിമിഷങ്ങൾ പോലും ഡോളറാക്കി മാറ്റാവുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സാഹിത്യ ചരിത്ര രചനാ യത്നത്തിന് മുതിർന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് മുഖവുരയിൽ പറഞ്ഞ പോലെ പ്രവാസ സാഹിത്യത്തെക്കുറിച്ച്, അല്ലെ പ്രവാസികളായ മലയാളികളുടെ സാഹിത്യ രചനയെക്കുറിച്ച് ഇതുവരെ ഒരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അത് അമേരിക്കയിലും അതുപോലെ തന്നെ. അമേരിക്കയിൽ സാഹിത്യം വളരാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മലയാള ഭാഷ വളരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 35 വർഷമായി. ഈ 35 വർഷക്കാലത്തിനിടയിൽ ധാരാളം എഴുത്തുകാർ, പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും യാതൊരു ചരിത്രരേഖകളുമില്ല. ആരും ഈ ചരിത്രരേഖ ഉണ്ടാക്കാനായിട്ട് മുമ്പോട്ട് വന്നതുമില്ല. ഒരു പക്ഷേ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളക്കാരുടെ ചരിത്ര ദൃഷ്ടി എന്ന് പറയുന്നത്, ചരിത്രത്തിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വളരെ പിന്നോക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ 1000 വർഷത്തെ ശരിയായിട്ടുള്ള ചരിത്രം കാണുന്നില്ല. നമ്മുടെ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ജനനം എന്നാണ് നമുക്കറിയില്ല, സൂക്ഷ്മമായിട്ടറിയില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ഇങ്ങേയറ്റം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചങ്ങമ്പുഴയുടെ പോലും ജനനത്തെപ്പറ്റി തർക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്ര വീക്ഷണമാണ് നമ്മുടെ ആളുകൾക്കുള്ളത്. ഈ അവസരത്തിൽ ഞാൻ ഉൾപ്പെടെ ആർക്കും അമേരിക്കയിലെ സാഹിത്യ ചരിത്രത്തെപ്പറ്റി ചിന്തിക്കണമെന്നോ എഴുതണമെന്നോ ഉള്ള ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ ഇതൊരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംരംഭം, ഒരു സംഭവത്തിൽ കൂടിയാണ് ഇങ്ങനെയൊന്നുണ്ടായത്. 1999 ലാന സമ്മേളനത്തിൽ, ലാന എന്ന് പറയുന്നത് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക സമ്മേളനത്തിൽ അവിടുത്തെ മുഖ്യാതിഥിയായി ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി
പ്രസിദ്ധ ചരിത്രകാരനും സാഹിത്യ വിമർശകനുമായ ഡോക്ടർ എം ബഷീറിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ BM സുഹറ, സാഹിത്യകാരനായ BM സുഹറയും എത്തിയിരുന്നു. ഫിലഡൽഫിയയിൽ വെച്ചായിരുന്നു സമ്മേളനം. അതിനുശേഷം അദ്ദേഹം ഹ്യൂസ്റ്റൺ സന്ദർശിച്ചു. എൻ്റെ അതിഥിയായിട്ട് കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അദ്ദേഹം യാത്ര പറഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കാൻ ഞാനും അമേരിക്കയിലെ പ്രസിദ്ധ കഥാകൃത്തുമായ ജോൺ മാത്യുവും വിമാനത്താവളത്തിലെത്തിയിരുന്നു. അവിടെ വെച്ച് ഒരു യാദൃച്ഛികമായിട്ടുള്ള സംസാരത്തിൽ ഡോക്ടർ ബഷീറാണ് ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇനിയും നിങ്ങൾ അമേരിക്കയിലെ സാഹിത്യ ചരിത്രം എഴുതണം, അതിനുള്ള സമയമായിരിക്കുന്നുവെന്ന്. ഇത് പറഞ്ഞപ്പോൾ പല കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടി പോയത്. അദ്ദേഹം ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിയായിട്ടുള്ള ഒരു സാഹിത്യ ശാഖ, ഒരു സാഹിത്യ മേഖല ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തീർച്ചയാണ്. അക്കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യവുമുണ്ട്. എന്നാൽ ഞങ്ങൾ ഇക്കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ജോൺ മാത്യു പറഞ്ഞു, എന്നെക്കൊണ്ട് അതാവില്ല, മണിക്കരോട്ട് തന്നെ അത് ചെയ്യണം. എന്തുകൊണ്ടാണ് മണിക്കരോട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാനും കഴിഞ്ഞില്ല. കാരണം ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സാഹിത്യ അക്കാദമിയുണ്ട്, ഗ്രന്ഥശാലകളുണ്ട്, അവിടെ പോയി വിവരങ്ങൾ ശേഖരിക്കാം. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 4 ഇരട്ടിയിലേറെ വലിപ്പമുള്ള അമേരിക്കയുടെ പല പട്ടണങ്ങളിലായി ചിതറിക്കിടക്കുന്ന എഴുത്തുകാരും അവരുടെ ഗ്രന്ഥങ്ങളുമാണ്, അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനങ്ങളുമാണ് ഉള്ളത്. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ പല പ്രമുഖരെയും ഓടും സംസാരിച്ചു, ഈ വിഷയം അവതരിപ്പിച്ചു. പലരിൽ നിന്നും കൂടുതൽ അധികം വ്യക്തികളിൽ നിന്നും, പ്രമുഖരെന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നും എല്ലാം പ്രതികൂലമായിട്ടുള്ള, നിരുത്സാഹജനകമായിട്ടുള്ള, അതൃപ്തികരമായിട്ടുള്ള മറുപടിയാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് കുറെ കൂടെ ഉറച്ചു, ഇത് ചെയ്യണം. നമ്മുടെ ചരിത്രബോധത്തെപ്പറ്റി എനിക്ക് ചിന്തിച്ചു, ഈ ചരിത്രം ആവശ്യമാണെന്നുള്ളത് വേണം, ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഈ ചരിത്രം രചിക്കുക, ഈ പുസ്തകം ഉണ്ടാക്കുക എന്നുള്ള ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. അങ്ങനെ ഞാൻ ഇതിലേക്ക് തുനിഞ്ഞു. ഇതിൽ വായിച്ചു കഴിയുമ്പോൾ, ഈ ഓരോ ഖണ്ഡവും വായിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ അധ്യായവും വായിച്ചു കഴിയുമ്പോൾ, വളരെ അവധാനതയോടുകൂടി ഒരു ഗവേഷണത്തിന് പറയാറുള്ള ഒരു മെത്തഡോളജി, ഒരു ക്രമാനുഗതികത്വത്തോടു കൂടി ഇത് അടുക്കി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. മാത്രമല്ല ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത, ഓരോ എഴുത്തുകാരെ പറ്റിയും ഒരു ചരിത്രകാരൻ്റെ ഒരു നിർമ്മമതയുണ്ട്. ഒരു വളരെ വൈകാരിക ഭാവം ഏറെ ഇല്ലാതെ, ഒരാളെ കൂടി സ്തുതിച്ചുകൊണ്ടോ ഒരാളെ താഴ്ത്തിക്കൊണ്ടോ പറയാതെ, ആ ചരിത്രകാരൻ്റെ നിർമ്മമത എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ സാഹിത്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ മലയാളികൾക്ക് ഇടയിൽ അങ്ങനെ ഒരു അവധാനത സ്വാഭാവികമായി ആരും പ്രതീക്ഷിക്കുന്നതല്ല. ഇങ്ങനെ ഒരു അവധാനത വരാൻ കാരണം എന്താണ്? അങ്ങനെ മറ്റ് സാഹിത്യരചന മേഖലകളേതൊക്കെ, നോവലല്ലാതെ ധാരാളം സാഹിത്യ വ്യാപാരങ്ങൾ നടത്തി കാണുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് സംക്ഷിപ്തമായി പറയാമോ? ആദ്യത്തെ എൻ്റെ കൃതിയെന്ന് പറയുന്ന നോവലാണ്. അമേരിക്കയിൽ ആദ്യം നോവൽ പ്രസിദ്ധീകരിച്ചത് ഞാനാണ്. ജീവിതത്തിൻ്റെ കണ്ണീർ 1982 അത് പ്രസിദ്ധീകരിച്ചു അമേരിക്കയിൽ വെച്ച്. അത് എഴുതിയത് കേരളത്തിൽ വെച്ച്, ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. പക്ഷേ പ്രസിദ്ധീകരിച്ച അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ്. അതിനുശേഷം അഗ്നിയുദ്ധൻ രണ്ടാമത്തെ നോവൽ, അതിനുശേഷം 2 ചെറുകഥ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 3ാമത് അമേരിക്ക എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. ഇതിനിടയ്ക്ക് ഒരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സ്വന്തമായിട്ടൊരു പത്രം നടത്തിയിട്ടുണ്ട്, കേരളനാഥം. ഏതാണ്ട് 5 വർഷം ഈ പത്രം നടത്തിയിരുന്നു. അതിനകത്തെ മുഖപ്രസംഗങ്ങൾ വളരെ എന്ന് പറയുന്നില്ല, വിമർശനാത്മകപരമായ മുഖപ്രസംഗങ്ങളായിരുന്നു. അതായത് സമൂഹത്തിലെ ദൂഷ്യവശങ്ങളെ എടുത്തു കാണിക്കുന്ന ഒരു മുഖപ്രസംഗമായിരുന്നു. അതേപ്പറ്റി ധാരാളം ചർച്ചകളുണ്ടായിട്ടുണ്ട്. എൻ്റെ ലേഖനങ്ങൾ, ഇതിനിടയ്ക്ക് ഞാൻ ലേഖനങ്ങൾ അവിടുത്തെ പത്രങ്ങളെ പരസ്യം പത്രങ്ങളിൽ കൊടുക്കുമായിരുന്നു. എൻ്റെ ലേഖനങ്ങളാണ് കൂടുതൽ ചലനമുണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെ വിഷയങ്ങളെ പറ്റിയായിരുന്നു ഈ ലേഖനങ്ങൾ? കാലികമായിട്ടുള്ള വിഷയങ്ങൾ, സമൂഹത്തിലെ ഈ ദൂഷ്യവശങ്ങൾ കാണുന്നതിനെ എടുത്തു കാണിക്കുക, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ നിർദ്ദേശിക്കുക, അത് പത്രത്തിൽ കൂടെ ചെയ്ത്, അതുപോലെ തന്നെ അവിടുത്തെ മറ്റു പത്രങ്ങൾ എഴുതിയിട്ടുള്ള ധാരാളം ഇങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ലേഖനത്തിൻ്റെ പേരാണ് അമേരിക്കൻ മലയാള സമൂഹത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു.
സ്ത്രീകളോടുള്ള അവഗണനയാണ്. അപ്പോൾ സമകാലികമായ പ്രശ്നങ്ങളാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ നോവലിസ്റ്റ്, അതുപോലെ കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, പിന്നെ നാടകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എങ്കിൽ പോലും നാടകീയമായ അംശങ്ങൾ പലപ്പോഴും ഈ നോവലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സാഹിത്യത്തിലെ വിവിധ മേഖലകളിൽ കൈയാളിയ ഒരു എഴുത്തുകാരൻ്റെ തഴക്കം ഈ സാഹിത്യത്തിൽ കണ്ടെത്താം. ഇത് 3 അധ്യായങ്ങളിലൂടെയാണ്, 3 ഖണ്ഡങ്ങളിലൂടെയാണ്, ഭാഗങ്ങളിലൂടെയാണ് ഈ പുസ്തകത്തിൻ്റെ ക്രമം. ഒന്നാമത്തെ ഭാഗത്തിൽ ഈ കുടിയേറ്റക്കാരുടെ രാജ്യമായ അമേരിക്കയിൽ മലയാളികൾ എത്താനിടയാക്കിയ സാഹചര്യം, മതവും ആധ്യാത്മികയും സാമൂഹ്യ സാംസ്കാരിക വളർച്ച, ഇങ്ങനെ വളരെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് മലയാളികൾ അമേരിക്കയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു വലിയ ചരിത്രമാണ്. അതായത് അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, സാഹിത്യ ചരിത്രം മാത്രമല്ല, സാംസ്കാരിക ചരിത്രം. രണ്ടാമത് പറഞ്ഞു വരുന്ന കാര്യം ഭാഷയുടെ വളർച്ചയും സാഹിത്യ സംഘടനകളുടെ വളർച്ചയും അവരുടെ സംഭാവനകളും ഒക്കെയാണ്. അത് മലയാള വിദ്യാലയങ്ങളെപ്പറ്റി, അതുപോലെ മലയാളം പഠിപ്പിക്കുന്ന സർവകലാശാലകളെപ്പറ്റി, പ്രസിദ്ധീകരണങ്ങളെപ്പറ്റി, ആദ്യകാല പ്രസിദ്ധീകരണം, ഇങ്ങനെ അവിടുത്തെ സാംസ്കാരിക മുന്നേറ്റത്തിൽ സന്നദ്ധ സംഘടനകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വഹിച്ച പങ്കുകളാണ് രണ്ടാമത്തെ ഭാഗത്തിൽ. മൂന്നാമത്തെ ഭാഗമാണ് ഈ രചനയുടെ വഴികൾ. അതിൽ കഥാകൃത്തുക്കളായിട്ടുള്ളവർ, കവിത എഴുതുന്ന കവയത്രികളും കവികളും, അതുപോലെ നോവലിസ്റ്റുകൾ, നാടകകൃത്തുക്കൾ, ബാലസാഹിത്യകാരന്മാർ, ഹാസ്യകാരന്മാർ, ഉപന്യാസകാരന്മാർ, സഞ്ചാര സാഹിത്യകാരന്മാർ, അതുപോലെ ക്രൈസ്തവ സാഹിത്യത്തിന് പ്രത്യേകമായൊരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ മലയാളികൾക്കിടയിലുള്ള ക്രൈസ്തവ സാഹിത്യം, ഭാഷ വളർച്ചയുടെ പടവുകളിലാണ്, ഒരാശങ്ക ഉണ്ടാകത്തക്ക വിധത്തിൽ പുതിയ തലമുറ എന്താണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടും ഇതിൻ്റെ അവതാരികയിൽ ഡോക്ടർ എം ബഷീർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു PhD തീസിസായി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതായത് ഒരു കേരളത്തിലെ മറ്റേത് സർവകലാശാലയിലും ഗവേഷണത്തിനൊരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ചടക്കവും മെത്തഡോളജിയും ഇതിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ജോർജ് മണ്ണിക്കരോട്ടിന് ഡോക്ടറേറ്റ് കൊടുക്കാവുന്നതാണ് എന്ന് അദ്ദേഹം ഇവിടെ ശുപാർശ ചെയ്യുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇത് വായിച്ചു കഴിയുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാം. മാത്രമല്ല, മലയാളികളെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നുന്നത് ഈ സമഗ്രമായി ഒരു പ്രവാസ സാഹിത്യകാരന്മാരെ, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളെ അറിയാൻ ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു കുസൃതി ചോദ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. പൊതുവെ ഈ അമേരിക്കൻ മലയാളി സാഹിത്യകാരന്മാരെല്ലാവരും താനാണ് കേമന്മാർ എന്ന് ഓരോരുത്തരും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ താങ്കൾ ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനു മുമ്പായിട്ട് ആദ്യം ചോദിച്ചതിൻ്റെ ഒരു ഭാഗം ഒരല്പം കൂടെ ചേർത്ത് പറയാം. ഞാനിങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലും പത്രാധിപ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചരിത്രവുമായി ബന്ധപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ചരിത്രമാണ്, നോവലാണ്, കഥയാണ്. ഇതും ചരിത്രമായിട്ട് ബന്ധപ്പെടരുത്. ഞാൻ എൻ്റെ മുഖവുരയിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഉള്ള വ്യക്തികളെ എല്ലാം അറിയാം, എനിക്ക് വ്യക്തികളെ അറിയാം, പക്ഷേ ഞാൻ എഴുതുന്ന ചരിത്രത്തിന് വ്യക്തികളെ അറിയില്ല, അവരുടെ സംഭാവനകൾ മാത്രമേ അറിയത്തുള്ളൂ. ആ സംഭാവനയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതൊന്ന്. ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ അക്കാഡമിയില്ല, ഗ്രന്ഥശാലകളില്ല വിവരങ്ങൾ ശേഖരിക്കാൻ. പിന്നെ ഓരോ വ്യക്തികളെയും സമീപിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തികളും അവരാണ് ഏറ്റവും വലുത്, അവരുടെ കൃതിയാണ് ഏറ്റവും വലിയ കൃതി എന്ന് ധരിക്കുന്നവരാണ്. അവരോട് സമീപിക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്, വിഷമകരമായ ക്ലേശകരമായ ഒരു ഇതാണ് ഇതാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ടെലിഫോണിൽ വിളിച്ചാൽ അവരെ കിട്ടിയാൽ എന്തെങ്കിലും വളരെ ചുരുക്കമായിട്ടുള്ള മറുപടി പറയും. അവരവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ, ഭാര്യ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല എന്നുള്ള മറുപടിയിൽ തീരും. 10 പ്രാവശ്യം വിളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നത്. അതിനുശേഷം ഞാൻ അയച്ചു തന്നേക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടത്തുമില്ല. ഇങ്ങനെയുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കി, ഇത് എന്താണ് ഇതിനകത്ത് വേണ്ടത്, വിവരങ്ങൾ വേണ്ടതെന്നുള്ള ഒരു രൂപരേഖ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി. അത് എല്ലാവർക്കും മെയിലിൽ തപാൽ വഴി അയച്ചു കൊടുത്തു. അത് തിരികെ അയക്കേണ്ട വിലാസം എഴുതിയ കവർ ഉൾപ്പെടെയാണ് അയച്ചു കൊടുത്തത്. അതിനകത്ത് വന്നത് വേണമെങ്കിൽ 1-2% തിരികെ വന്നിരിക്കും. ഇത് ശരിയാവത്തില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാ പട്ടണങ്ങളിലും പോയി. ആളുകളെ നേരിട്ട് കണ്ടപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കുറച്ച് വ്യക്തികൾ, ഞാനിത്
പൊതുവായിട്ട് മറ്റേ പറഞ്ഞെന്നെങ്കിലും കുറച്ച് വ്യക്തികൾ വളരെ ഇതായിട്ട് ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കി സഹകരിച്ചവരുണ്ട്. ഓരോ പട്ടണങ്ങളിൽ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോകാനും സംഘടനകൾ മീറ്റിംഗ് സംഘടിപ്പിക്കാനും യാത്രയ്ക്കും എല്ലാം സഹകരിച്ചവർ വളരെ പേരുണ്ട്. അവരെ ഞാൻ മറക്കുന്നില്ല. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. പലരുണ്ട്. അത് ഇതിൽ മറ്റൊരു വിശേഷത ഞാൻ കണ്ടത്, വായിക്കുന്ന ഒരാളും ആദ്യം നടക്കുന്നത് ജോർജ് മണ്ണിക്കരോട്ടാണ് ഈ പുസ്തകം എഴുതിയത്. ജോർജ് മണ്ണിക്കരോട്ടിനെ പറ്റി എന്ത് പറയുന്നു എന്നാണ് ആദ്യം. കാരണം വെച്ചാൽ ഒരു സാഹിത്യചരിത്രം എഴുതുന്ന ആളെപ്പറ്റി എന്താണ് സാധാരണ ഇതിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാവരെയും നിരാശപ്പെടുത്തുമാറ് വളരെ ബാക്കിയുള്ളവർക്കൊപ്പം അത്രയും വരികൾ മാത്രമാണ് ഇതിൻ്റെ രചയിതാവിനെ പറ്റി കൊടുക്കുന്നത്. സാധാരണ സാഹിത്യചരിത്രത്തിൽ ഈ എഴുതുന്ന ആൾ കേമനാണെന്ന് കാണിക്കാൻ ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു മട്ടുണ്ടത്. പക്ഷേ ഇതിൽ വളരെ ഏറ്റവും ഒടുവിൽ മിതത്വം പാലിച്ചുകൊണ്ടാണ് എഴുതിയ ആളുടെ സാഹിത്യ സംഭാവനയെ പറ്റി. ഇത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ രാജീവ് കുമാർ പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ ഈ ചരിത്രം എഴുതുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എഴുതുന്നതിൽ പലർക്കും അത്ര സുഖമായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയില്ല. അത് രണ്ട് കാര്യമാണ് അവർ കണ്ടത്. ഒന്നാമത്, ഞാൻ അമേരിക്കയിലെ ആദ്യകാല എഴുത്തുകാരിലൊരാളാണ്. ആദ്യകാല എഴുത്തുകാരൻ തന്നെയാണ്. രണ്ട്, ഞാൻ പലരെയും എൻ്റെ പത്രം മുഖേന വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കൈകാര്യം ചെയ്യും, അവരവരുടെ മറ്റുള്ളവരുടെ കൃതിയെപ്പറ്റി ഞാൻ എന്താണ് എഴുതാൻ പോകുന്നത്, എന്നെപ്പറ്റി ഞാൻ എന്താണ് എഴുതാൻ പോകുന്നത്, ഈ രണ്ട് സന്ദേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോവല്, ചരിത്രം, കഥ. ഈ ചരിത്ര പുസ്തകത്തിൽ എന്നെ ഒരു വിധത്തിലും ഗ്രന്ഥകാരനെ ഒരു വിധത്തിലും മുന്നോട്ട് പ്രദർശിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നോവലിൽ എല്ലാം കാലാനുക്രമത്തിലാണ് അടുക്കിയിരിക്കുന്നത്. ആദ്യം കവിത, കഥ, നോവൽ. കവിതയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആരെഴുതി, പിന്നെ ആരെഴുതി, അങ്ങനെയാണ് പോകുന്നത്. നോവലിൽ എൻ്റെ പേരായിരുന്നു വാസ്തവത്തിൽ ആദ്യം വരേണ്ടത്. ഞാനാണ് അമേരിക്കയിൽ ആദ്യം നോവൽ പ്രസിദ്ധീകരിച്ചത്. പക്ഷെങ്കിൽ ഞാനത് നിർബന്ധപൂർവ്വം അത് പാടില്ല. കാരണം ഇതാരെങ്കിലും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നോവൽ എഴുതിയ ആളല്ല, ഞാൻ ഗ്രന്ഥകാരനാണെന്ന് കണ്ടോ അവൻ്റെ പേര് മുമ്പിൽ ഇട്ടിരിക്കുന്നു എന്നേ തോന്നത്തുള്ളൂ. ആദ്യം എഴുതിയ ആളാണെന്നുള്ള പിന്നെ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എൻ്റെ പേര് അവസാനം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ചരിത്രത്തിൻ്റെ ചില വിഷമസന്ധികൾ എന്ന് പറയുന്നത്. അപ്പം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ താങ്കൾ ഒടുവിൽ പേര് കൊടുക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? സ്വാഭാവികമായി നമുക്ക് തോന്നാം. കാരണം ഇപ്പോൾ ഉള്ളൂർ സാഹിത്യചരിത്രം എഴുതുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ കഥാകൃത്തായിട്ടുള്ള ഒരാൾ കഥാചരിത്രം എഴുതുമ്പോഴുള്ള പ്രശ്നം. കാരണം അവരുടെ എളിമ കൊണ്ട് പേര് ഏറ്റവും ഒടുവിൽ കൊടുക്കാൻ വരുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ചരിത്രത്തിലത് സ്വന്തം തിളങ്ങേണ്ട ഒരു തിളക്കം നഷ്ടപ്പെട്ടതുപോലെ നമുക്കൊരു സ്വയം ഒരു എഴുത്തുകാരൻ കൂടിയായ താങ്കൾക്ക് ഒരു നിരാശ തോന്നാറുണ്ട്? ഇല്ല, എനിക്ക് അതിൽ നിരാശയില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അത് തോന്നിയേക്കാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവരത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. കാരണം അതിനകത്ത് ഈ ആള് ജോർജ് മണ്ണിക്കരോട്ട് ഇതിൻ്റെ ഗ്രന്ഥകാരൻ തന്നെ, അല്ലെങ്കിൽ തന്നെ ജോർജ് മണ്ണിക്കരോട്ട് എന്നാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്, അതിനകത്ത് തീയതി കൊടുത്തിട്ടുണ്ട്, ആണ്ടും തീയതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിലെ ആദ്യം നോവൽ പ്രസിദ്ധീകരിച്ചത് ഇന്ന നോവലാണ്, അതും കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ഒരു അല്പം മനസ്സിരുത്തി വായിച്ചാൽ അവർക്കത് മനസ്സിലായിക്കൊള്ളും. വിമർശകർ, പ്രത്യേകിച്ച് ബുദ്ധിജീവികളെന്ന് പറയുന്നവർ, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ധരിക്കുന്നു. ഇന്ന് അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുള്ളതും സജീവമായിട്ടുള്ള സാഹിത്യ ശാഖ ഏതാണ്? കവിതയാണോ, കഥയാണോ, നോവലാണോ, ഏതാണോ? അവിടെ കൂടുതൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തി അതാണ്. ഏത് രചന എഴുതുമ്പോഴാണ് അംഗീകാരം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട സാഹിത്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പ്രയാസമാണ്. കാരണം ഏതെങ്കിലും എഴുതി അംഗീകാരം വാങ്ങിക്കുകയാണ് അവിടെ സാധാരണ നടക്കുന്നത്. അതായത് മുഖ്യധാരയിലേക്ക് ഈ അമേരിക്കൻ മലയാളികൾ ഇപ്പോൾ 1-2 പേരുടെ പേരാണ് സാധാരണഗതിയിൽ എടുത്തു പറയാറുള്ളത്. ചെറിയാൻ അമേരിക്കൻ എഴുത്തുകാരെ പറ്റി. അപ്പോൾ ഇങ്ങനെ അടിയുറച്ച് ഇപ്പം ഏറ്റവും പുതിയ സാഹിത്യവുമായി ബന്ധപ്പെടുകയും കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രചന നടത്തുകയും ചെയ്യുന്ന കുറച്ച് എഴുത്തുകാരെ ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കൻ മലയാള സാഹിത്യകാരന്മാരുടെ ഈ രചനാ നിലവാരം താഴെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു വിമർശന ബുദ്ധിയോട് പറഞ്ഞാൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കും? ആദ്യമായിട്ട് ചെറിയാൻ പ്രസിദ്ധനായ സാഹിത്യകാരൻ അല്ലെങ്കിൽ കവിയായത് കേരളത്തിൽ വെച്ചായിരുന്നു, അല്ല ഇന്ത്യയിൽ വെച്ചായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലായിരുന്നപ്പോഴായിരുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രചനകളെന്ന് പറയുന്നത് വളരെ ശുഷ്കമായിട്ടുള്ളതുമായിരുന്നു.
ആശയഗംഭീരമായിട്ടുള്ളതോ ആഴത്തിലുള്ളതായിട്ടുള്ള രചനകളൊന്നും അമേരിക്കയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധിയിൽ നിൽക്കുന്നത് നാട്ടിൽ വെച്ച് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. പേര് അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം എന്ന ജോർജ് മണ്ണിക്കരോട്ടിൻ്റെ അഭിമാനവും അന്തസ്സുമുള്ള ഈ ഗ്രന്ഥം പ്രഭാത് ബുക്ക് ഹൗസാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു മനോഹരമായ അച്ചടിയും കമനീയമായ ഒരു ആകർഷണം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു ലേഔട്ടുമാണ് ഈ പുസ്തകത്തെ പ്രഭാതിനോട് കൂടുതൽ അടുപ്പിക്കുന്നത്. എന്തായാലും അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം മലയാളികൾക്ക് മാത്രമല്ല, പ്രവാസ മലയാളികൾക്ക് മാത്രമല്ല, സ്വദേശ മലയാളികൾക്കും വളരെ പ്രിയതരമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. താങ്കളുടെ കുടുംബജീവിതം, എല്ലാവരും കുടുംബത്തോടു കൂടി അങ്ങ് അമേരിക്കയിലാണോ അതോ? അതെ. എത്ര കൊല്ലമായി അവിടെ പോയിട്ട്? ഞാൻ 74 പോയതാണ്. 74 32 വർഷമായി. 32 വർഷം. അതെ. അപ്പം അവിടെ തന്നെ ഈ മറ്റ് സാഹിത്യ ആസ്വാദനവും ഒക്കെ കുടുംബത്തിലുള്ള മറ്റു ആളുകൾക്ക് ഇല്ല, ആർക്കുമില്ല. അപ്പോൾ ഈ സ്വന്തം പരിപാടി. അപ്പോൾ എഴുത്തുകാരെ കണ്ടെത്തുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടോ? അവസരങ്ങൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റായിട്ടുള്ള മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക എന്നുള്ള ഒരു സാഹിത്യ സംഘടനയുണ്ട്. അത് മിക്കവാറും എല്ലാ മാസവും തുടരെയെന്ന് പറയാനൊക്കത്തില്ല, എന്നാലും മിക്കവാറും എല്ലാ മാസങ്ങളും സമ്മേളിക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ കൂടും. ഭാഷയെപ്പറ്റിയും ഒരു കഥ എഴുതി അത് വായിച്ചിട്ട് നല്ലതാണെന്ന്, അവിടെ സാധാരണ സാഹിത്യ സംഘടനകളിൽ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരു കഥ കൊണ്ടുവരും, ആ കഥ വായിക്കും, എല്ലാവരും കൊള്ളാമെന്ന് പറയും. അതിനകത്ത് എന്തെങ്കിലും ഒരു സംഗതി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിരോധിയാകും. അതുകൊണ്ട് ആരും അതിന് മുതിരത്തില്ല. അപ്പം അങ്ങനെ അവരെ സ്തുതി പാടിച്ച് എല്ലാവരും ഓരോ സാഹിത്യ മഹാമേരുക്കളായി മാറുക. എക്സാക്ട്ലി, അതാണ് അതിൻ്റെ ശരി. പക്ഷേ ഞങ്ങളുടെ ഇതിനകത്ത് വളരെ ആഴമായിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കഥകളെക്കുറിച്ചല്ല, സാഹിത്യത്തിൻ്റെ ഉദാഹരണം, പിന്നെ ചങ്ങമ്പുഴയുടെ സാഹിത്യം, കവിതകൾ, ഉള്ളൂരിൻ്റെ വള്ളത്തോളിൻ്റെ, കുമാരനാശൻ്റെ കവിതകൾ, ഈവൻ യൂറോപ്പിലെ സംഘടനകൾ, നവോത്ഥാനം, റെനൈസൻസ്. പക്ഷേ ഈ സാഹിത്യത്തിലെ ഏറ്റവും പുതിയ പ്രവണതകളെപ്പറ്റി അറിയുവാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക, പുതിയ പുസ്തകങ്ങൾ വരാനും. പക്ഷേ ആ വിധത്തിലേക്ക് സാഹിത്യത്തിൻ്റെ ഒരു ചർച്ചയും എഴുത്തും രചനയും ഒക്കെ അവിടെ ഉണ്ടാകുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോലും ഒരു എഴുത്തുകാരൻ അതിനെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നമുണ്ട്. ഒരു നന്നായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരന് അമേരിക്കയിൽ അഭിമുഖീകരിക്കേണ്ട പ്രശ്നമുണ്ട്. നന്നായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരന് അവിടെ അമേരിക്കയിലെ എഴുത്തുകാരിൽ നിന്ന് തന്നെ അമേരിക്കയിലെ സാഹിത്യ സംഘടനകളിൽ നിന്ന് പോലും അംഗീകാരം കിട്ടുന്നില്ല. 2, ഇവിടെ അമേരിക്കയിലെ നാട്ടിൽ അവരെ അംഗീകരിക്കുന്നില്ല, അവർക്കൊരു അംഗീകാരം കിട്ടുന്നില്ല. അവരുടെ എത്ര എഴുതി കഴിഞ്ഞാലും അത് അമേരിക്കൻ മലയാളി എന്ന ഒരു പേര്, അതെ, അത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതേപ്പറ്റി ചർച്ച ചെയ്താൽ അടുത്ത കാലത്ത് അത് വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന്, കുറേശ്ശെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതേപ്പറ്റി ചർച്ച ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഉദാഹരണം, 1 or 2 പേരെ അറിയുന്നത് കൊണ്ട് ഇവരാണ് അമേരിക്കയിലെ മലയാളികൾ വലിയ എഴുത്തുകാർ എന്ന് അംഗീകരിക്കുന്ന പല പ്രമുഖരും ഇവിടെ ഉണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അത് അമേരിക്കയിലെ സാഹിത്യത്തെ കൊല ചെയ്യുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുടെ മുഖ്യധാര സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ 1 or 2 പേരെ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആ പ്രവണത, അത് ഇവിടുത്തെ പ്രമുഖർ മാറ്റിവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ നടക്കുന്ന മറ്റൊരു കാര്യം വളരെ വസ്തുതാപരമായി സത്യമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്കിലും ഇത് പല എഴുത്തുകാർക്കും വളരെ പ്രമാണികളായിട്ടുള്ള ആളുകൾക്കും ചിലപ്പം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. പൊതുവേ മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും മലയാളികളായിട്ടുള്ള പ്രമുഖ എഴുത്തുകാർ അമേരിക്കയിലേക്ക് വരികയും അവിടെ സൽക്കാരങ്ങളിൽ പങ്കെടുത്തിട്ട് അവിടുത്തെ എഴുത്തുകാർ മഹത്തായ എഴുത്തുകാരാണെന്ന് പറയുകയും ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഇവരെ കൊണ്ട് നാലാന്തരക്കാരല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവേ ഇല്ലേ? ഡോക്ടർ രാജകുമാർ പറഞ്ഞ വളരെ ശരിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രമുഖരെ കൊണ്ടുവരുന്നത് ഒരു ക്ലിക്കിലുള്ള കുറേ ആൾക്കാരാണ്. സാഹിത്യമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്തവരാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അവർക്ക് പദവി, സ്ഥാനം കിട്ടണം, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണം, അങ്ങനെ ഉള്ളവരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വരുന്നവർ ഈ ആൾക്കാരെ മാത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തിലുള്ള ആ ക്ലിക്കിനെ മാത്രം കണ്ടിട്ട് അവരാണ് ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ട് പോരും. പക്ഷേ അവർക്ക് അറിയാമായിരിക്കും ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത്. അത് തിരിച്ചു വന്ന് ഇവിടെ പറയുകയും ചെയ്യും. അപ്പോൾ ഈ കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, അവരൊക്കെ എന്തൊക്കെ ചെയ്യുകയാണ് എന്നൊക്കെ? എൻ്റെ ഭാര്യ ഇപ്പോഴേ തൽക്കാലം ഹൗസ് വൈഫാണ്. അവരുടെ ഒരു നേഴ്സായിരുന്നു. ഇന്ത്യൻ ആർമിയിലൊരു ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു നേഴ്സായിരുന്നു. അമേരിക്കയിലെ നേഴ്സായിരുന്നു. പക്ഷെങ്കിൽ അസുഖ കാരണത്താൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. ഒരു 10-20 വർഷമായി ജോലി ചെയ്യുന്നില്ല. എനിക്ക് 3 മക്കൾ.
ആദ്യത്തെ മോനെ ഡോക്ടറാണ്. അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ്. രണ്ടാമത്തെ മോനെ മൂത്ത മോനെ ഡോക്ടർ കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ട്. അപ്പം ഞാനൊരു ഗ്രാൻഡ് ഫാദറാണ്. അവർക്ക് മലയാളം അറിയാണ്ടോ? മലയാളം പറഞ്ഞാൽ മനസ്സിലാവും മകന്. ഭാര്യയ്ക്ക് മനസ്സിലാവത്തില്ല. ഭാര്യ കേരളക്കാരിയല്ല, മാംഗ്ലൂരുകാരിയാണ്. രണ്ടാമത്തെ മോന് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. മൂന്നാമത്തെ മോന് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഫിലഡൽഫിയയിലാണ്. ഇപ്പോൾ ചരിത്രത്തിലെ PhD എടുക്കുകയാണ്. ഒരാൾക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. അതെ, ചരിത്രത്തിലെ PhDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് അവിടെ തന്നെയാണോ? അവിടെ നിന്നാണ്. പക്ഷേ ഇന്ത്യക്കാരിയാണ്. കുട്ടിയുടെ പിതാവ് ബോംബെ, മാതാവ് ഗുജറാത്ത്. അവർ ബ്രാഹ്മിൻ ഫാമിലിയിലുള്ള ഇതാണ്. കല്യാണം കഴിഞ്ഞ് വളരെ സുഖമായിട്ട് 2 മരുമക്കളും കുട്ടികളും പേരക്കുട്ടികളും വളരെ സന്തോഷത്തിൽ കഴിയുന്നു. അവരെല്ലാവരും കൂടെ കൂടുമ്പോൾ പ്രത്യേക സന്തോഷമുണ്ട്. ഇതാണ് കുടുംബത്തിൻ്റെ കാര്യം. ഏതായാലും അമേരിക്കൻ മലയാള സാഹിത്യകാരന്മാരെ പറ്റി നമ്മുടെ നാട്ടിലുള്ള മലയാള സാഹിത്യകാരന്മാർക്ക് തോന്നിയ അവർ വളരെ പരമപാവങ്ങളാണെന്നും അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വളരെ കുശാഗ്ര ബുദ്ധിശാലികളായ എഴുത്തുകാരാണ്, സാംസ്കാരിക നായകന്മാരാണ് അമേരിക്കയിലെ മലയാള സാഹിത്യകാരന്മാർ. എന്തായാലും വളരെ ഏറെ സത്യങ്ങൾ തുറന്നു പറയുകയും ചില അപ്രിയ സത്യങ്ങളിലേക്ക് നമ്മൾ ഇടയ്ക്ക് പോവുകയും ചെയ്ത ഈ അഭിമുഖത്തിന് താങ്കൾ എത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പുലർകാലത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു.